ആറ്റിങ്ങലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കേന്ദ്രമന്ത്രിയും ഒരു എം പിയും ഒരു എം എൽ എയും തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. നിലവിലെ എം പി അടൂർ പ്രകാശ് യു ഡി എഫിനായി മത്സരരംഗത്തുണ്ട്. എൽ ഡി എഫിനായി വർക്കലയിൽ നിന്നുള്ള നിയമസഭാംഗം വി ജോയിയും അതുപോലെ എൻ ഡി എക്കായി കേന്ദ്രമന്ത്രി വി മുരളീധരനും. നല്ല കനത്ത പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. അനുജ രാജേഷ് ആറ്റിങ്ങലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. കച്ചേരി നട ജംഗ്ഷനിലാണ് ഇപ്പോൾ അനുജ രാജേഷ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജ രാജേഷ്, ഗുഡ് മോർണിംഗ്. അനുജ, ഒരു ത്രികോണ മത്സരം നടക്കുന്ന പോരാട്ടത്തിൻ്റെ മുഴുവൻ വീറും ആവേശവും ആറ്റിങ്ങലിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോരാട്ടത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എന്താണ് നമുക്ക് ആറ്റിങ്ങലിൽ നിന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വെറും ത്രികോണ പോരാട്ടമല്ല, ശക്തമായ ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയണം. 3 സ്ഥാനാർത്ഥികളും അതിശക്തമായ പ്രചാരണത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 3 സ്ഥാനാർത്ഥികളോടും ഞാൻ സംസാരിച്ചിരുന്നു. 3 പേരും ശുഭപ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. അട്ടിമറി ഉണ്ടാകുമെന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വി മുരളീധരൻ പറയുന്നു. ഇന്നിപ്പോൾ ഇതിന്റെ ഈ പരസ്യ പ്രചാരണം എല്ലാം അവസാനിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയോടെ തന്നെ ഇവരുടെയൊക്കെ വാഹന പ്രചാരണം അവസാനിക്കും. ഇന്ന് ഞാൻ രാവിലെ ഒരു 6 മണിക്ക് ശേഷം ഇവിടെ നിൽക്കുമ്പോൾ ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ കടന്നു പോകുന്നു, അത് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും 7 പോയിന്റുകളിൽ കലാശക്കൊട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ ഇത് തിരുവനന്തപുരം ജില്ലയുടെ പടിഞ്ഞാറ് മുതൽ കിഴക്കേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്നുള്ളത്. അതിൽ കടലും കായലും മലയോര മേഖലയും ഒക്കെ ചേർന്ന ഭൂപ്രകൃതിയുള്ള ഇടമാണ്. 7 പോയിന്റുകൾ: കഴക്കൂട്ടം, കാട്ടാക്കട, കച്ചേരി നട, കിളിമാനൂർ, വിതുര, വർക്കല മൈതാനം, വെഞ്ഞാറമൂട് എന്നിങ്ങനെ 7 പോയിന്റുകളിലാണ് ഇന്ന് കലാശക്കൊട്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ നിൽക്കുന്ന കച്ചേരി നടയിലാണ് ഏറ്റവും പ്രധാന ഒരു പോയിന്റ്. ഇങ്ങോട്ടേക്ക് 3 സ്ഥാനാർത്ഥികളും എത്തിച്ചേരും, ഒപ്പം തന്നെ പ്രവർത്തകരും എത്തിച്ചേരും എന്നതാണ്. ഇന്നലെ വാഹന പര്യടനം ഉണ്ടായിരുന്നു 3 സ്ഥാനാർത്ഥികളുടെയും. രാവിലെ തന്നെ അവർ അത് തുടങ്ങിയിരുന്നു. ആ സമയത്താണ് നമ്മൾ സ്ഥാനാർത്ഥികളോടൊക്കെ സംസാരിച്ചത്. ഇന്നിപ്പോൾ വി ജോയ്, CPIM-ന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം ബോണക്കാട് മേഖലയിലാണ് പര്യടനം നടത്തുന്നത്. അത് റോഡ് ഷോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തുന്നു. പിന്നീട് 3 മണിയോടെ ഈ കച്ചേരി നടയിലേക്ക് എത്തും എന്നുള്ളതാണ്, കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ. അതുപോലെ വി മുരളീധരൻ മാമത്ത് ഇന്ന് റോഡ് ഷോയിൽ 3 മണിയോടെ പങ്കെടുക്കും. അതിനുശേഷമാകും കച്ചേരി നടയിലേക്ക് എത്തുക. അടൂർ പ്രകാശിന് ഇന്ന് റോഡ് ഷോ ഒന്നും ഉണ്ടാകില്ല, വാഹന പര്യടനം ഒന്നുമില്ല എന്നുള്ളതാണ്. അതെല്ലാം ഇന്നലെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് പ്രമുഖ വ്യക്തികളെ ഫോണിൽ കണ്ട് നേരിൽ കണ്ടൊക്കെ, ഫോണിലൂടെയും നേരിൽ കണ്ടുമൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാര്യപരിപാടി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ, മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. മൈക്ക്, അതിന്റെ ശബ്ദം അനുവദനീയമായ അതിൽ കൂടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 6 മണിയോടെ തന്നെ ഇതിനെല്ലാം സമാപനമാകും. അപ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ, ഒരു ഇടത് കോട്ടയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയി. 1991 ശേഷം ഇത് 2019 ഇടതിൽ നിന്ന് കൈവിട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഇക്കുറി എന്തായാലും അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് വി ജോയ് ഇവിടെ സർവ്വസന്നാഹങ്ങളോടെയും പ്രചാരണം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒട്ടേറെ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൽ കള്ളവോട്ട്, പണം നൽകി, മദ്യം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കൽ എന്നിങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിച്ചത്. ആ ആരോപണങ്ങളിലൊക്കെ ഇവർ ഈ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും അത് LDF-ഉം UDF-ഉമാണ് പരസ്പരം അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. NDA ആകട്ടെ, വി മുരളീധരനാകട്ടെ, ഇവിടെ കേരളത്തിന് വേണ്ടി എന്തൊക്കെ വികസനം മോദി നടത്തിയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു പങ്ക് തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കൂടാതെ ഇനിയും എന്തൊക്കെ ചെയ്യാൻ പോകുന്നു MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്നതിന്റെ ഒരു മാർഗരേഖ, വികസന രേഖ ഇന്നലെ അദ്ദേഹം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളും SKN ആറ്റിങ്ങലിൽ പ്രചാരണായുധമാക്കിക്കൊണ്ടാണ് 3 മുന്നണികളും ഇവിടെ ക്യാമ്പയിനിങ് നടത്തിയത്. അതിൽ തന്നെ വികസനം എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കടലും കായലും മലയോര മേഖലയും, അതായത് ഒരു കാർഷിക മേഖല കൂടിയാണ്. വളരെ സാധാരണക്കാർ വസിക്കുന്ന ഇടമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ചാ വിഷയമാകും. ആരെയാകും പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ളത് ആ നെഞ്ചെടുപ്പിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. ഓക്കെ, താങ്ക് യു അനുജ രാജേഷ്. ആറ്റിങ്ങലിലെ കച്ചേരി നട ജംഗ്ഷനിൽ നിന്നാണ് അനുജ നമുക്കൊപ്പം ഈ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിൽ ചേർന്ന്